ഹലോ സ്റ്റുഡൻസ്, പി ബ്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിലെ അവസാനത്തെ ഗ്രൂപ്പായ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകളെ കുറിച്ചാണ്. അവരെ നമ്മൾക്കറിയാം, നമ്മളവരെ നോബിൾ ഗ്യാസുകൾ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കെമിസ്ട്രിയിലേക്ക് പോകാം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രൂപ്പാണ് പി ബ്ലോക്കിലെ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ കൺവെൻഷനലായി നോബിൾ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അതിലാദ്യം ഹീലിയം, പിന്നെ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ OG എന്നറിയപ്പെടുന്ന ഓർഗാനസോൺ എന്നറിയപ്പെടുന്ന ഒരു നോബിൾ ഗ്യാസോടെ ലേറ്റസ്റ്റ് ആയിട്ട് നോമൻക്ലേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റഡോൺ കഴിഞ്ഞിട്ട് ഓർഗാനസോണും കൂടെ മനസ്സിലാക്കണം. ഇതിവിടെ ഞാൻ ആ കൂട്ടത്തിൽ റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പൊ ഇത്രയാണ് നോബിൾ ഗ്യാസ്, 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന നോബിൾ ഗ്യാസ്. ഇവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഹീലിയത്തെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ ബ്ലോക്കിൽ പി ബ്ലോക്കിൽ പറയാറില്ല, കാരണം ഹീലിയം ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. പക്ഷെ അതൊരു നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിയോൺ മുതൽ ഓർഗാനസോൺ വരെയുള്ള ഈ ആൾക്കാരെ ഇവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് NS2 NB6. അങ്ങനെ NS2 NB6 എന്ന് പറഞ്ഞ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നിയോൺ മുതൽ ഓർഗാനസോൺ വരെയുള്ള നോബിൾ ഗ്യാസുകൾക്ക് എഴുതാൻ പറ്റും. ഹീലിയത്തിന് ഈ കോൺഫിഗറേഷൻ ബാധകമല്ല, കാരണം ഹീലിയത്തിൽ എസിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ, NS2. അപ്പൊ അത് യഥാർത്ഥത്തിൽ എസ് ബ്ലോക്കിൽ വരേണ്ടതാണ്. പക്ഷെ അത് നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഫോർമുല ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം നിയോൺ ടു ഓർഗാനസോൺ ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവരുടെ അറ്റോമിക് നമ്പർ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹീലിയത്തിന് നമുക്കറിയാം 2 അറ്റോമിക് നമ്പർ. നിയോൺ ഒരു 8 കൂടെ ആഡ് ചെയ്താൽ 10 കിട്ടുന്നു. വീണ്ടും നമ്മൾ ഒരു 8 ആഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് 18 കിട്ടുന്നു. ആർഗണിന് 18 അറ്റോമിക് നമ്പർ. നമ്മൾ വീണ്ടും 18 തന്നെ കൂട്ടുന്നു, 36. വീണ്ടും നമ്മൾ 18 കൂട്ടിയാൽ 54. വീണ്ടും നമ്മൾ 32 കൂട്ടിയാൽ 86 വരുന്നു. അതുപോലെ തന്നെ 32 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 118. ഇത്രയുമാണ് ഇവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 10ലേക്ക് പോകാൻ വേണ്ടി 8 കൂട്ടി, 10നെ 18 ആക്കാൻ 8 കൂട്ടി. അതുപോലെ 18ൽ നിന്ന് 18 കൂട്ടിയപ്പം 36 ആയി. 36ൽ നിന്ന് വീണ്ടും 18 കൂട്ടിയപ്പോൾ 54 ആയി. വീണ്ടും നമ്മൾ 32 ആണ് 2 വട്ടം ആഡ് ചെയ്യുന്നത്. അപ്പൊ 54-ലൂടെ 32 ആഡ് ചെയ്യുമ്പോൾ 86. പിന്നെ നമ്മൾ 32 ആഡ് ചെയ്യുമ്പോൾ 118. ഇങ്ങനെയാണ് നമ്മൾ അവരുടെ അറ്റോമിക് നമ്പർ പറയുന്നത്. അപ്പം നിയോൺ മുതൽ ഓർഗാനസോൺ വരെയുള്ള നോബിൾ ഗ്യാസുകളുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NB6 ആണ്. ഇതിൽ എന്തായാലും ഹീലിയം ഇല്ല. അപ്പം ഹീലിയം ഈ കൂട്ടത്തിൽ കുറച്ച് എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോബിൾ ഗ്യാസിൽ ഇനി സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് നമുക്കറിയാം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അറ്റോമിക് റേഡിയസ് എല്ലാ ഗ്രൂപ്പിലെയും കണക്ക് തന്നെ നോബിൾ ഗ്യാസുകളുടെ കാര്യത്തിൽ നമ്മൾ ഇവിടെ അവർക്കും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് നമ്മൾ പൊതുവെ വാണ്ടർവാൾ റേഡിയസ് ആണ് അതിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. വാണ്ടർവാൾ റേഡിയസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ സൈസ് ഓഫ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിന്റെ വലിപ്പം അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ റേഡിയസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് വാണ്ടർവാൾ റേഡിയസ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കണം, വാണ്ടർവാൾ റേഡിയസ്. വാണ്ടർവാൾ റേഡിയസ്. വാണ്ടർവാൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ നോബിൾ ഗ്യാസുകൾ മോണോ അറ്റോമിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. They exist in mono atomic form. ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. അപ്പൊ ഒരു ബോണ്ടും ഇല്ലാത്ത 2 ആറ്റങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ നിയോൺ എടുക്കുന്നു. നിയോണിന്റെ 2 ആറ്റം വന്നിരിക്കട്ടെ, അവരുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അതിന്റെ ഹാഫ്. അതിനെയാണ് നമ്മൾ നോർമലി വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. പരസ്പരം ഒരു ബോണ്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന 2 ആറ്റങ്ങളുടെ, ചിലപ്പം 2 മോളിക്യൂളിന്റെ ആകാം, 2 ആറ്റങ്ങളുടെ ആകാം, അങ്ങനെ നിൽക്കുന്ന 2 ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ പൊതുവെ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നോബിൾ ഗ്യാസുകൾ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അവർ തമ്മിൽ പരസ്പരം ബോണ്ടില്ല. അപ്പൊ അവരുടെ റേഡിയസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. അതിന് കാരണം അവർ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. നോബിൾ ഗ്യാസ് ഈ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഈ മോണോ അറ്റോമിക് സിറ്റുവേഷൻ ചെലുത്തുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്
ഇവരുടെ ബോയിലിംഗ് പോയിന്റ് അഥവാ ഈ പറയുന്ന നോബിൾ ഗ്യാസിന്റെ ബോയിലിംഗ് പോയിന്റ് പൊതുവെ കുറവാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഹീലിയം. അതായത് നമ്മൾ ലോകത്തുള്ള നോൺ സബ്സ്റ്റൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആണ് ഹീലിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ സബ്സ്റ്റൻസുകളിൽ ഹീലിയത്തിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് 4.2 കെൽവിൻ. അതായത് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള സബ്സ്റ്റൻസ് ഒരു ഉദാഹരണം. പീരിയോഡിക് ടേബിളിലെ മറ്റൊരു എലമെന്റിനും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഹീലിയം. ഹീലിയം പൊസസ് the lowest boiling point among all the elements in the periodic table നമുക്ക് പറയാൻ പറ്റും. That is 4.2 Kelvin. അപ്പം ഹീലിയത്തിന് ലിക്വിഡ് സ്റ്റേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നോബിൾ ഗ്യാസിന് പൊതുവെ ചിന്തിക്കുമ്പോൾ അവരുടെ എല്ലാം ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അവരെ ഈസി ആയിട്ട് ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് ലിക്വിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അവരെ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരാളാണ് ഹീലിയം. ഹീലിയത്തിന് ലിക്വിഡ് ഹീലിയം സ്റ്റേറ്റിലേക്ക് പോകാനുള്ള എബിലിറ്റി ഉണ്ട്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 4.2 കെൽവിൻ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു നോബിൾ ഗ്യാസുകൾക്ക് എന്തുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നു. അതിന് ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ, അവർ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അവരുടെ റേഡിയസ് പറയുന്നത് വാൻ ഡെർ വാൾ റേഡിയസിലാണ്. അപ്പൊ മോണോ അറ്റോമിക് ആയതുകൊണ്ടാണ് അവരുടെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്. അപ്പൊ മനസ്സിലാക്കണം, മോളിക്കുലർ ഇന്ററാക്ഷൻ വളരെ കുറവാണ്. വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സുകളാണ് അവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിസ്പെർഷൻ ഫോഴ്സസ് ആണ് ഈ മോണോ അറ്റോമിക് ആയിട്ടുള്ള നോബിൾ ഗ്യാസിന്റെ ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിസ്പെർഷൻ ഫോഴ്സസ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റ് ഒരുപാട് കുറഞ്ഞിരിക്കും. അതിൽ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഹീലിയത്തിനാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 4.2 കെൽവിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസ് ആണ് അത്. അപ്പൊ നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ജനറൽ ആയിട്ട് സംസാരിക്കാനുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ് അയോണൈസേഷൻ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അയോണൈസേഷൻ എനർജി നമുക്കിവിടെ ഒരു സെന്റൻസിൽ പറഞ്ഞു പോകാന്നേ ഉള്ളൂ. പൊതുവെ നോബിൾ ഗ്യാസിന്റെ കേസ് എടുക്കുമ്പോൾ അവർക്കെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണ്. അവരുടെ വാലൻസ് ഷെല്ല് മൊത്തവും കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഇത് പഠിച്ചു വരുന്നുണ്ട്. അപ്പം അവരുടെ ഓർബിറ്റൽ കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അവർക്ക് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനുകൾക്ക് മറ്റുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെക്കാട്ടിൽ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അപ്പൊ ആ സെൻസിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നോബിൾ ഗ്യാസ് പൊതുവെ അവർ അയണൈസേഷൻ എൻതാൽപ്പിയിൽ ബിഗ്ഗർ വാല്യൂ കാണിക്കുന്നു. കാരണം അവരുടെ ഫുൾഫിൽ കോൺഫിഗറേഷൻ ആണ് അതിന് കാരണം. അവർക്ക് ഓൾറെഡി സ്റ്റേബിൾ ആണ് അവർ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അവർ കൈവരിച്ചിരിക്കുകയാണ്. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി, പ്രത്യേകിച്ച് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ് നോബിൾ ഗ്യാസുകൾക്ക് എന്ന് നമുക്ക് അടിവരായിട്ട് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇവിടെ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊതുവെ പോസിറ്റീവാണ്. കാരണം നമ്മൾ നോബിൾ ഗ്യാസുകളിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എനർജി നോബിൾ ഗ്യാസിന് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സിസ്റ്റത്തിന് എനർജി കിട്ടുവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നോർമലി 99% കേസുകളിൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിട്ടാണ് വരുന്നത്. പക്ഷെ നോബിൾ ഗ്യാസുകളുടെ സിറ്റുവേഷനിൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമുണ്ട്, നോബിൾ ഗ്യാസുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അതിനൊരു കാരണമുണ്ട്, അവർക്ക് ഇലക്ട്രോണുകളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ ഓർബിറ്റൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് അവർക്ക് ഇലക്ട്രോണിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇലക്ട്രോണിനെ നോബിൾ ഗ്യാസിലേക്ക് കൊണ്ടുവെക്കാൻ നോക്കുന്നു. ആ സമയത്ത് വി ഹാവ് ടു പ്രൊവൈഡ് സം കൈൻഡ് ഓഫ് എനർജി ടു ദ ആറ്റം. ആ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ എലമെന്റിലേക്ക് നമ്മൾ എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നോബിൾ ഗ്യാസിന് എനർജി അങ്ങോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫോർ നോബിൾ ഗ്യാസ് പോസിറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ അത്രയും കാര്യങ്ങളോടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലും കുറവുണ്ടാവും. അത് നമ്മൾ ജനറൽ ആയിട്ട് ട്രെൻഡ് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. പ്ലസ് 1 ക്ലാസ്സുകളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നോബിൾ ഗ്യാസിന്റെ ജനറൽ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ അവരുടെ അറ്റോമിക് റേഡിയസ് വാൻ ഡെർ വാൾ റേഡിയസ് ഉപയോഗിച്ചുകൊണ്ടാണ് നോബിൾ ഗ്യാസുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായി. ഹീലിയത്തിന് ഈ കോൺഫിഗറേഷൻ ബാധകമല്ല. അത്രയും കാര്യങ്ങളാണ് ഇവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ 18th ഗ്രൂപ്പ് എലമെന്റ്സിനെ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നു. വൈ ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ്. എന്തുകൊണ്ടാണ് ഈ 18ാമത്തെ ഗ്രൂപ്പിലുള്ള ഇത്രയും എലമെന്റുകളെ, ഓർഗാനിസോൺ വരെയുള്ള എലമെന്റുകളെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്? അതിലൊറ്റ മറുപടിയാണ്, അവരുടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക്
ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോൺ എല്ലാ ഷെല്ലുകളും എല്ലാ സബ്ഷെല്ലുകളും എന്ന് പറഞ്ഞാൽ എല്ലാ ഓർബിറ്റലുകളും അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ തന്നെ പറയാം അവർ വേറെ ആരുമായിട്ട് അധികം റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. ചില റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെനോണിന്റെ കോമ്പൗണ്ടുകളും ക്രിപ്റ്റോണിന്റെ കോമ്പൗണ്ടുകളും ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ കൂടി ഇൻ എ ജനറൽ സെൻസ് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഇനർട്ട്. അവർ ഇനർട്ട് ആണ്, അവർ വേറെ ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ ഒരു അർത്ഥത്തിലാണ് ഈ 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. NCERT ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ വളരെ വ്യക്തമായിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസറിലൂടെ അതിൽ പറയുന്നുണ്ട്. ഒന്നുകൂടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, NCERT ടെക്സ്റ്റ് റെഫർ ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന 1-2 കേസസ് എൻട്രൻസിന് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 1-2 കീ പോയിന്റ് ആണ് നമ്മളിവിടെ ഇനി അടുത്ത സംസാരിക്കാൻ പോകുന്നത്. നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മളുടെ ഇനി ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കേസ് എൻട്രൻസിന് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സിന്തസൈസ്ഡ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്? ലോകത്തിൽ ആദ്യമായി മനുഷ്യനിർമ്മിതമായിട്ടുള്ള നോബിൾ ഗ്യാസിന്റെ കോമ്പൗണ്ട് ഏതാണ്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നോബിൾ ഗ്യാസുകൾ പൊതുവെ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൺവെൻഷണൽ ആയിട്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന നോബിൾ ഗ്യാസുകളും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. +1 ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. നോബിൾ ഗ്യാസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഒക്ടറ്റ് റൂളിന്റെ ഒരു വയലേഷനോടാണ്. ഒക്ടറ്റ് റൂൾ 8 കംപ്ലീറ്റഡ് ആണ് അവർക്ക് ഓൾറെഡി, എന്നിട്ടും അവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സെനോണിന്റെ തന്നെ ഒരുപാട് കോമ്പൗണ്ടുകൾ റിപ്പോർട്ടഡ് ആണ്. അപ്പൊ കോമ്പൗണ്ട് റിപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിലാക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടും അവരുടെ കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് സിന്തസൈസ്ഡ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്? ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ നിർമ്മിച്ച നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഏതാണെന്നാണ്. ആ ഒരു പഠിത്തത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് നീൽ ബാർട്ടലറ്റ്. അപ്പൊ നീൽ ബാർട്ടലറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇദ്ദേഹം 1962 1962 അതായത് ഓക്സിജനും PTF6 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു നോക്കി. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനെ അദ്ദേഹം, ഒരു റെഡ് കളറുള്ള ഒരു കോമ്പൗണ്ടിനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. O2 പ്ലസ് PTF6 മൈനസ് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനെ അദ്ദേഹം സിന്തസൈസ് ചെയ്തു. ഇതിന് റെഡ് കളറാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ മുമ്പോട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം വളരെ വ്യക്തമായി. ഓക്സിജൻ ഗ്യാസിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി സെനോണിന്റെ, നമ്മുടെ നോബിൾ ഗ്യാസ് ആയിട്ടുള്ള സെനോണിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് ഏകദേശം സിമിലർ ആണ് എന്ന് നീൽ ബാർട്ടലറ്റിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഓക്സിജൻ ഇരിക്കുന്ന സ്ഥാനത്ത് എന്തുകൊണ്ട് സെനോണിനെ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെരിമെന്റ് നടത്തി കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയ ഒരു നോബിൾ ഗ്യാസ് വരുന്ന ഒരു കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ ഫസ്റ്റ് അയണൈസേഷൻ ΔIH1 ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏകദേശം 1775 കിലോ ജൂൾ പെർ മോൾ. 1775 കിലോ ജൂൾ പെർ മോൾ ആണ് ഓക്സിജന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സെനോണിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏകദേശം ഇതിനോട് സിമിലർ ആണ്. ദാറ്റ് ഈസ് അബൌട്ട് 1770 കിലോ ജൂൾ പെർ മോൾ. 1770 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ ഓക്സിജന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി സെനോണിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് നീൽ ബാർട്ടലറ്റ് മറ്റൊരു എക്സ്പെരിമെന്റിലൂടെ ഈ ഓക്സിജന് പകരം സെനോണിനെ അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ കോമ്പൗണ്ട് ഇതാണ് സെനോൺ XePTF6. This is the situation Xe plus the PTF6 minus. So this is the first synthesized noble gas compound in the world. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യനിർമ്മിതമായ, ഇതിനും റെഡ് കളർ തന്നെ, മനുഷ്യനിർമ്മിതമായ നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് XePTF6. XePTF6 ആണ് ആദ്യമായി മനുഷ്യനിർമ്മിതമായിട്ടുള്ള നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്. അതിന് കാരണം ഓക്സിജനെ പോലെ സെനോണിനും ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും. അപ്പൊ അവർ റിയാക്ഷനിൽ സിമിലാരിറ്റി കാണിക്കുന്നത് നീൽ ബാർട്ടലറ്റ് മനസ്സിലാക്കി. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് നീൽ ബാർട്ടലറ്റ്. ഇതിനും റെഡ് കളറാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ XePTF6 ഈസ് ദ ഫസ്റ്റ് സിന്തസൈസ്ഡ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഇൻ ദ വേൾഡ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പൊ നമ്മൾ ജനറലായി നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഈ ഓർഗാനസോൺ ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനത്തെ കണ്ടുപിടിച്ചേക്കുന്ന നമ്മുടെ നോബിൾ ഗ്യാസ്. ഇതിന്റെ പേര് ലേറ്റസ്റ്റ് ആയിട്ടാണ് കൊടുത്തത് OG
ഒഗാനസോൺ എന്നാണ്. അപ്പൊ ലേറ്റസ്റ്റ് പുതിയ NCERT ടെക്സ്റ്റുകളിൽ +1 ടെസ്റ്റുകളിലൊക്കെ ഈ പേര് പരാമർശിക്കുന്നുണ്ട്. സോ അതുകൂടെ മനസ്സിലാക്കുക. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒഗാനസോണും റഡോണും ഒക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നോബിൾ ഗ്യാസുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ആണ് ഈ റഡോൺ എന്ന് പറയുന്നത്. ഈ റഡോണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ NCERT ടെക്സ്റ്റിൽ ഒരു സെന്റൻസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, റഡോണിനെ കുറിച്ച്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ദ കെമിസ്ട്രി ഓഫ് റഡോൺ. റഡോണിന്റെ കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. അതിന് കാരണമുണ്ട്. റഡോണിന്റെ കെമിസ്ട്രി പഠിക്കാൻ പ്രയാസമാണെന്ന് പറയാനുള്ള കാരണം, റഡോണിന്റെ ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. T-half നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ റിയാക്ടന്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ എമൗണ്ട്. ആദ്യം എത്ര ഉണ്ടായിരുന്നു അതിന്റെ പകുതിയായിട്ട് മാറാൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ T-half എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഈ റഡോണിന്റെ T-half അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 3.82 days. നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. 4 days എന്ന് പറയാം. ഏകദേശം 4 days, അപ്രോക്സിമേറ്റ്ലി 4 days ആണ് ഈ റഡോണിന്റെ അർദ്ധായുസ് അഥവാ T-half അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇത്രയും കുറവ് ഹാഫ് ലൈഫ് പീരീഡ് ഉള്ള ഒരാളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമാണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വി ക്യാൻ നെഗ്ലക്ട് റഡോൺ ഫ്രം ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒഗാനസോണിനെയൊക്കെ അവന്മാരൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൽ റഡോണിന്റെ കാര്യം NCERT ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് പറയാം, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ദ കെമിസ്ട്രി ഓഫ് റഡോൺ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ T-half ഇത്ര കുറവായതുകൊണ്ടാണ് അതിന്റെ ആ ഒരു റീസൺ പറഞ്ഞത്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ NCERT പരാമർശിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എൻട്രൻസിന് ഏറ്റവും അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകളും അവരുടെ പ്രിപ്പറേഷനും അവരുടെ പ്രോപ്പർട്ടികളും അതുപോലെ തന്നെ സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്കിവിടെ സെനോണും ഫ്ലൂറിനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടുകളും അവരുടെ പ്രിപ്പറേഷനും അതുപോലെ അവരുടെ സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് നോക്കാം. അവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിൽ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് XeF2 ആണ്. ഇതിനെ നമുക്ക് സെനോൺ ഡൈഫ്ലൂറിഡ് എന്ന് പറയാം. ഈ സെനോൺ ഡൈഫ്ലൂറിഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സീൽഡ് ട്യൂബിൽ നമ്മൾ സെനോണിനെയും ഫ്ലൂറിൻ ഗ്യാസിനെയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നത്. വളരെ ഈസിയാണ്. സെനോൺ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. നമുക്കറിയാം ഫ്ലൂറിൻ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഏകദേശം വളരെ കുറഞ്ഞ ഒരു പ്രഷറാണ്, 1 bar പ്രഷർ അറ്റ് അബൌട്ട് 673 Kelvin. ഈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മൾ സെനോൺ ഗ്യാസിനെയും ഫ്ലൂറിൻ ഗ്യാസിനെയും കൂടെ റിയാക്ട് ചെയ്യും. വളരെ ഈസി ആയിട്ട് XeF2 അത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ക്രിസ്റ്റലൈൻ കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് XeF2 എന്ന് പറയുന്നത്. അപ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സെനോൺ ഡൈഫ്ലൂറൈഡ്. സെനോൺ ഡൈഫ്ലൂറൈഡിന് ഒരു ലീനിയർ ജോമെട്രി അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സെനോൺ ഓക്കുപൈസ് ദ സെൻട്രൽ പൊസിഷൻ, 2 ഫ്ലൂറിൻ. ഒരു സെനോണിൽ 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ്. അപ്പൊ ലീനിയർ ഷേപ്പാണ്, ലീനിയർ ആണ്. ഹൈബ്രിഡൈസേഷൻ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ് ഇതിനകത്തുള്ളത്. അപ്പം XeF2ന്റെ ഹൈബ്രിഡൈസേഷൻ sp3d, സ്ട്രക്ചർ ലീനിയർ, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്. 673 Kelvin 1 bar പ്രഷറിൽ സെനോൺ ഗ്യാസിനെയും ഫ്ലൂറിൻ ഗ്യാസിനെയും കൂടെ മ്യൂച്വൽ കോമ്പിനേഷൻ നടത്തിയാൽ കിട്ടുന്ന സോളിഡ് ആണ് XeF2. അപ്പോൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ് XeF4. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. രണ്ടാമത്തെ സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട് ആണ് XeF4. XeF4നെ നമ്മൾ ഇതുപോലെ സീൽഡ് ട്യൂബിൽ പ്രഷറിൽ തന്നെയാണ് സെനോണിനെയും ഫ്ലൂറിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് XeF4 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സെനോൺ ടെട്രാഫ്ലൂറൈഡ് എന്ന് വിളിക്കുന്നു. സെനോൺ ടെട്രാഫ്ലൂറൈഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സെനോൺ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, 2 മോളിക്യൂൾ ഫ്ലൂറിൻ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ 7 bar പ്രഷർ ആണ് അപ്ലൈ ചെയ്യുന്നത്. 7 bar പ്രഷർ അറ്റ് അബൌട്ട് 873 Kelvin. ഇത്രയും ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. ഏകദേശം 1:5 റേഷ്യോയിലാണ് ഇവരെ മിക്സ് ചെയ്യുന്നത്. 1:5 മോളാർ റേഷ്യോയിലാണ് സെനോണിനെയും ഫ്ലൂറിനെയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് XeF4 ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ഇതും ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്.
സെനോൺ ടെട്രാഫ്ലൂറൈഡ് സോളിഡ് സ്റ്റേറ്റ്. ഇതിന് നമ്മൾ സ്ട്രക്ചർ അസൈൻ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ പ്ലാനാർ ജോമെട്രിയാണ് ഇതിന് അസൈൻ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ, സെനോൺ ഓക്കുപൈസ് ദ സെൻട്രൽ പൊസിഷൻ. സെനോണിൽ ഇവിടെ 2 ലോൺ പെയറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4 കോർണേഴ്സിലും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്ലൂറിനെ അറേഞ്ച് ചെയ്യുന്നു. ഇതിനാണ് സ്ക്വയർ പ്ലാനാർ ജോമെട്രി എന്ന് വിളിക്കുന്നത്. സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ, സ്ക്വയർ പ്ലാനാർ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. പ്രിപ്പറേഷനുമായി 1:5 മോളാർ റേഷ്യോയിലാണ് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു സെനോൺ നോമാണ് XCF6 എന്ന് നമുക്ക് പറയാം. സെനോൺ ഹെക്സാഫ്ലൂറൈഡ് എന്ന് വിളിക്കാം. സെനോൺ ഹെക്സാഫ്ലൂറൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെനോൺ എടുക്കുന്നു, ദാറ്റ് ഈസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. 3 മോളിക്കൂൾ F2 എടുക്കുന്നു, ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ ഏകദേശം 60 to 70 ബാർ പ്രഷർ ആണ് എടുക്കുന്നത്. ഏകദേശം 573 കെൽവിനിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് XCF6ലേക്ക് പോകുന്നു, ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. അതും സോളിഡ് സ്റ്റേറ്റിലാണ്. മനസ്സിലാക്കണം, സെനോൺ ഹെക്സാഫ്ലൂറൈഡ്. അപ്പൊ ഇവിടെ നമ്മുടെ റിയാക്ഷൻ കണ്ടീഷൻസ് ഒക്കെ മാറുന്നുണ്ട്. പ്രഷറിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ 573 കെൽവിനാണ്. സെനോൺ 3 ഫ്ലൂറിൻ. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സെനോൺ ഡൈഫ്ലൂറൈഡ് എങ്ങനെയായിരുന്നു? Xe+F2. സെനോൺ ടെട്രാഫ്ലൂറൈഡ് Xe+2F2. ഇവിടെ Xe+3F2. വളരെ ഈസി ആയിട്ട് സെനോൺ ഹെക്സാഫ്ലൂറൈഡിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടുത്തെ ഇനി സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ സെനോൺ ഹെക്സാഫ്ലൂറൈഡിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒരു ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. സെനോൺ സെൻട്രൽ പൊസിഷൻ, 4 ഫ്ലൂറിൻ, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഓരോ ഫ്ലൂറിൻ. ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേന് അത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. ഇവിടെ സെനോണിൽ ഒരു ലോൺ പെയർ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രക്ചറിനെ നമുക്ക് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് വിളിക്കാം. It has a distorted octahedral geometry with hybridization sp3d3. Very very important, sp3d3 hybridization, and the structure is distorted octahedral geometry. അപ്പോൾ XCF6. ഇനി NCERT ടെക്സ്റ്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സെനോൺ ഹെക്സാഫ്ലൂറൈഡിനെ നമുക്ക് മറ്റൊരു രീതിയിലും പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ആ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. സെനോൺ ഹെക്സാഫ്ലൂറൈഡിനെ സെനോൺ ടെട്രാഫ്ലൂറൈഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കും. Xenon tetrafluoride react with the dioxygen difluoride and at 143 Kelvin, ഇത്രയും ടെമ്പറേച്ചർ 143 കെൽവിനിൽ ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡും സെനാൻ ടെട്രാഫ്ലൂറൈഡും കൂടെ റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് XCF6ലേക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവും. അപ്പൊ സെനോൺ ഹെക്സാഫ്ലൂറൈഡിന്റെ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം O2F2 at 143 കെൽവിൻ. അപ്പൊ XCF6 എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സെനോൺ ഹെക്സാഫ്ലൂറൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ആദ്യം പറഞ്ഞ പ്രിപ്പറേഷനിൽ ഏകദേശം 1:20 മോൾ റേഷ്യോയിലാണ് നമ്മൾ ഇതിന്റെ മിക്സിംഗ് നടത്തുന്നത്. ഫ്ലൂറിൻ എക്സസ് ആയിരിക്കും, സെനോണോട് 1:20 മോൾ റേഷ്യോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സ്ട്രക്ചർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. അതുപോലെ സെനോൺ ടെട്രാഫ്ലൂറൈഡിന് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ്. ഇവിടെ തന്നെ നമുക്ക് സെനോൺ ഡൈഫ്ലൂറൈഡ് കാണിച്ചു കഴിഞ്ഞാൽ സെനോണും F2 കൂടെ റിയാക്ട് ചെയ്തു. സെനോൺ പ്ലസ് F2. അപ്പൊ നമുക്കത് XCF2 ആയിട്ട് മാറും. XCF2. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അവരുടെ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ബാർ പ്രഷറാണ്, 673 കെൽവിനാണ്. ഇതിന് ലീനിയർ ജോമെട്രിയാണ്. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഇത് വരയ്ക്കാം. ഫ്ലൂറിൻ വിത്ത് 3 ലോൺ പെയർസ്, sp3d ഹൈബ്രിഡൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം സെനോൺ ഡൈഫ്ലൂറൈഡ് sp3d ഹൈബ്രിഡൈസേഷൻ, സെനോൺ ടെട്രാഫ്ലൂറൈഡ് sp3d2 ഹൈബ്രിഡൈസേഷൻ, സെനോൺ ഹെക്സാഫ്ലൂറൈഡ് sp3d3 ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ ലീനിയർ, സ്ക്വയർ പ്ലാനാർ, അതുപോലെ തന്നെ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. XCF6ന് മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. അത് O2F2 ൽ നമുക്ക് ഈ രീതിയിൽ നിർമ്മിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം. സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവർ പവർഫുൾ ആയിട്ടുള്ള ഫ്ലൂറിനേറ്റിംഗ് ഏജന്റുകളാണ്. നല്ല ഫ്ലൂറിനേറ്റിംഗ് ഏജന്റുകളാണ്. അതുപോലെ തന്നെ അവർ കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അവർ സബ്ലൈം ചെയ്യുന്നു അറ്റ് ഏകദേശം 298 കെൽവിൻ. അങ്ങനെയൊക്കെയാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഹൈഡ്രോളിസിന് വിധേയമാകുന്നു. വാട്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സെനോൺ ഓക്സിജൻ കോമ്പൗണ്ട് ആയിട്ടുള്ള സെനോൺ ഡൈഫ്ലൂറിഡ്, ടെട്രാഫ്ലൂറിഡ്, ഹെക്സാഫ്ലൂറിഡ് ഒക്കെ റിയാക്ട് ചെയ്യും വാട്ടറുമായിട്ട്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യും, അതുപോലെ തന്നെ ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് HCF2 PF5 ആയിട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് ഫ്ലൂറിനെ വിട്ടുകൊടുക്കുന്നു. അപ്പം PF5 ഫ്ലൂറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു കാറ്റയോണിക് സ്പീഷീസ് ആയിരിക്കും കിട്ടുന്നത് HCF പ്ലസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്താൽ PF6 മൈനസ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ കാറ്റയോണിക് ആയിട്ടുള്ള ഒരു ഫ്ലൂറോ കാറ്റയോൺ ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ HCF6 MF ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. വേറെ M ഈസ് എ മെറ്റൽ. M ക്യാൻ ബി സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എക്സെട്ര. അപ്പം ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ കാറ്റയോണിക് സ്പീഷീസുകളെ മേക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ ആനയോണിക് ഫ്ലൂറോ ആനയോൺസിനെ മേക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ M പ്ലസും HCF7 മൈനസും കിട്ടുന്നു. ഇത് ഫ്ലൂറോ ആനയോൺ ആണ്, ഇത് ഫ്ലൂറോ കാറ്റയോൺ ആണ്. അപ്പം ഇങ്ങനെ മനസ്സിലാക്കാം, സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ടുകൾ ഫ്ലൂറൈഡ് അയോൺ അക്സെപ്റ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫ്ലൂറൈഡ് അയോൺ ഡോണേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. മെറ്റലിന്റെ സ്ഥാനത്ത് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഒക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സെനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 സെനോൺ ഓക്സിജൻ കോമ്പൗണ്ടുകളെയാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഈ സെനോൺ ഓക്സിജൻ കോമ്പൗണ്ടുകളിൽ ഒന്നാമത്തേന്ന് പറയുന്നത് XeO3 ആണ്, സെനോൺ ട്രൈ ഓക്സൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് XeO2F2, സെനോൺ ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ സെനോൺ ഓക്സിജൻ കോമ്പൗണ്ട് ആണ് XeOF4. ഇത് മൂന്നുകൂടെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. XeO3, XeO2F2, XeOF4. ഈ 3 കോമ്പൗണ്ടുകളുടെയും ഒരു കോമൺ പ്രത്യേകതയുള്ളത് ഇവരെ 3 പേരെ നമുക്ക് ഹൈഡ്രോളിസിസ് ഓഫ് XeF6, സെനോൺ ഹെക്സാഫ്ലൂറൈഡിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് ഈ 3 കോമ്പൗണ്ടുകളെയും റിലീസ് ചെയ്യാം. അപ്പൊ അതിലാദ്യം XeO3. അപ്പൊ സെനോൺ ഹെക്സാഫ്ലൂറൈഡ് XeF6 ഇതിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് XeO3യെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് HF ഉണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പൊ XeF6 വാട്ടർ ആഡ് ചെയ്യുന്നു, ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് XeO3, ഇതാണ് കിട്ടേണ്ട പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് HF കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റിൽ 3 ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് 3 വാട്ടർ ഇവിടെ ആഡ് ചെയ്യാം. എത്ര വാട്ടർ ആഡ് ചെയ്തു അതിന്റെ ഡബിൾ HF ഉണ്ടാവുന്നു. അപ്പൊ 3 വാട്ടർ ആണെങ്കിൽ 6 HF ആണ് ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. കിട്ടേണ്ട പ്രോഡക്റ്റ് എപ്പോഴും XeF6ന്റെ ഹൈഡ്രോളിസിസ് ആണ്. XeF6ഉം 3 വാട്ടറും. അതുപോലെ ഇവിടെ 3 വാട്ടർ എന്ന് മനസ്സിലായത് കിട്ടേണ്ട പ്രോഡക്റ്റിൽ 3 ഓക്സിജൻ ഉണ്ട്. കിട്ടേണ്ട പ്രോഡക്റ്റിലുള്ള ഓക്സിജന്റെ എണ്ണത്തിനനുസരിച്ച് വാട്ടർ കൊടുക്കുക. വാട്ടറിന്റെ എണ്ണത്തിന്റെ ഇരട്ടി എണ്ണം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കൊടുക്കുക. ഇതാണ് ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിലേക്ക് പോയാൽ സെനോൺ ഈസ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ. അതിനകത്ത് ഒരു ലോൺ പെയർ നമുക്ക് കാണാൻ പറ്റും. 3 ഓക്സിജനെ നമുക്ക് ഒരു പിരമിഡൽ സ്ട്രക്ചർ പോലെ നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പൊ ഈ സ്ട്രക്ചറിനെ നമ്മൾ പിരമിഡൽ ജോമെട്രി എന്ന് വിളിക്കുന്നു. ഇത് പിരമിഡൽ സ്ട്രക്ചർ ആണ്. ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ XeO3നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ 3 പേരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് XeF6 വഴിയാണ്. സോ ദ പ്രോഡക്റ്റ് ഈസ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ നമുക്ക് പിരമിഡൽ ജോമെട്രി ആണ് ഇതിനകത്ത്. അപ്പൊ നമുക്ക് അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, XeF6ന്റെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് വഴിയാണ് നമ്മൾ XeO3യെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. XeO3 അപ്പം ഈ സെനോൺ ഓക്സിജൻ കോമ്പൗണ്ടുകളിൽ ഈ 3 പേരിൽ എവിടെയാണ് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്, XeF6ന്റെ പൂർണ്ണമായിട്ടുള്ള ഹൈഡ്രോളിസിസ് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ XeO3യുടെ പ്രിപ്പറേഷനിലാണ്. അപ്പൊ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. ബാക്കി 2 പേര് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ്. XeF6ന്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വന്നാൽ ഇവിടെയും നമ്മൾ XeF6നെ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ കിട്ടേണ്ട പ്രോഡക്റ്റ് XeO2F2 ആണ്. നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് HF ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റിൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 2 വാട്ടർ ആഡ് ചെയ്യണം. 2 വാട്ടർ ആഡ് ചെയ്താൽ 4 HF, അതിന്റെ ഇരട്ടി HF ആണ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ 3 വാട്ടറിന് 6 HF എഴുതിയപ്പം 2 വാട്ടറിന് നമ്മൾ 4 HF എഴുതുന്നു. ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പം സെനോൺ ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡ്. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റിലേക്ക് വന്നാൽ സെനോൺ സെൻട്രൽ പൊസിഷൻ ആണ്, 2 ഫ്ലൂറിൻ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ഈ രീതിയിൽ വരുന്നു.
അപ്പൊ ഇവിടെ ഒരു ലോൺ പെയർ ആണ്. ഇതിനെ നമ്മൾ സീസോ ജോമെട്രി എന്ന് വിളിക്കുന്നു. ഈ ഷേപ്പാണ് സീസോ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു ലോൺ പെയർ ഈ സീസോ ആകൃതിയാണ് ഇതിനുള്ളത്. ഈ ഒരു രീതിയിൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് മനസ്സിലാക്കാം. sp3d ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പൂർണ്ണമായിട്ടുള്ളൊരു ഹൈഡ്രോളിസിസ് അല്ല ഇവിടെ XeF6 നടന്നത്. ഇതിനെയാണ് പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ XeOF4ലേക്ക് നമ്മൾ പോയാൽ വളരെ ഈസി ആയിട്ട് പഴയതുപോലെ XeF6 അതിന്റെ ഹൈഡ്രോളിസിസ് വഴിയാണ് നമ്മൾ ഈ കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കിട്ടേണ്ട പ്രോഡക്റ്റ് XeOF4ഉം HF ആണ് നമ്മുടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കിട്ടേണ്ട പ്രോഡക്റ്റിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു വാട്ടറിന്റെ കാര്യമുള്ളൂ. ഒരു വാട്ടർ ആണെങ്കിൽ നമുക്കിവിടെ 2 HF ഇടാം. വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും ആസ്പിരിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു സ്ക്വയർ സ്ട്രക്ചർ, അതിന്റെ നടുക്ക് സെനോൺ, 4 കോർണേഴ്സിലേക്ക് നമുക്ക് ഫ്ലൂറിനെ ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓക്സിജൻ ഇരിക്കുന്നത്. ഇതിനെ സ്ക്വയർ പിരമിഡൽ ജോമെട്രി എന്ന് പറയുന്നു. ഇവിടെയും നമുക്ക് ഒരു ലോൺ പെയറിനെ കാണാൻ പറ്റും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ദിസ് ഈസ് ദ കേസ് ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി. ഇതിനെയാണ് നമ്മൾ സ്ക്വയർ പിരമിഡൽ ജോമെട്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഹൈബ്രിഡൈസേഷൻ, പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ, ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കോമ്പൗണ്ടുകളിൽ സെനോൺ ഹെക്സാഫ്ലൂറൈഡിന്റെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് സെനോൺ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് വിത്ത് sp3 ഹൈബ്രിഡൈസേഷൻ, പിരമിഡൽ ജോമെട്രി. ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.